മൂപ്പരുടെ ലിസ്റ്റിൽ ഇയാൾ നരകത്തിൽ, മറ്റേ ആൾ നോക്കുമ്പോൾ സ്വർഗത്തിൽ. ഇങ്ങനെ ഓരോരുത്തരെ അവസാനം ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് നമ്മളെ മടവൂര് ശൈഖ് ലിസ്റ്റ് നോക്കുമ്പോഴോ മൂപ്പര അള്ളയാണല്ലോ, അതിൽ ഏതായാലും തർക്കം ഉണ്ടാവില്ല. മൂപ്പര അള്ളയാണ്, എല്ലാ കഴിവുണ്ട്, ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം പടച്ചവൻ എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയാണല്ലോ. അപ്പം മൂപ്പര് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറയുന്നത് എന്താ? കഫറാ കഫറാ. എന്താ കഫറ എന്ന് പറഞ്ഞാൽ? കാഫറായിന്ന്. ആര്? ഇ.കെ. കാഫറാണ്. അതാരാ പറയുന്നത്? പ്രഖ്യാപിച്ചതാരാ? ഉള്ള ആൾ തങ്ങൾ കേട്ടോളി. അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പിടിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പം അങ്ങനെ ആണെന്ന് കേട്ടാൽ ഞാൻ ഇതൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെ നിന്ന് പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാൽ തുറന്നെത്തിയെന്ന് ഒരാളോട് മുണ്ടാത്തക്കാരാ വരാൻ ചേച്ചി സലാം വിളിക്കും. സലാം വിളിച്ചതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഹക്ക്, നിങ്ങൾ ഹക്കന്റെ മേൽ അടിയുറച്ചു പോകും. അപ്പാണ് നമ്മുടെ ഉസ്താദല്ലേ, ഇജ്ജെ ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യും? എന്തായാലും ഹക്ക്, നീ ഹക്കന്റെ മേൽ അടിയുറച്ചു പോകണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ വാചകാണ്, പറഞ്ഞ വാചകാണ്. അതാ നമ്മളെ പോയിന്റ്. മറ്റേത് ക്ലിപ്പൊക്കെ നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ട്. മടവൂര് പറഞ്ഞ വാചകാണെന്ത്? ഇ.കെ. കുറിച്ച് കാഫറായി. അപ്പം മടവൂരാകുന്ന അള്ളാഹ് മൂപ്പര് ലിസ്റ്റ് നോക്കുമ്പോൾ ശംസുലമായി ഇ.കെ. കാഫറാണ്, പിന്നെ നരകത്തിലല്ലേ. അപ്പൊ ലിസ്റ്റിന്റെ ഒരു കോലേ, ഓരോരുത്തർ നോക്കുമ്പോൾ ഓരോ ലിസ്റ്റാ. ഇ.കെക്കാരെ എ.പിക്കാരെ കുറിച്ചുള്ള ഔലിയാക്കന്മാരെ നോക്കുമ്പോൾ അതൊക്കെ നരകത്തില്, ഇവരിങ്ങോട്ട് നോക്കുമ്പോൾ സ്വർഗത്തിൽ. അപ്പൊ ഗ്രൂപ്പ് അനുസരിച്ച് അള്ളാഹു താല 2 ഐറ്റം ലൗഹുൽ മഹ്ഫൂദും ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ടല്ലേ. നിങ്ങളെ ഓഫീസിൽ എ.പി. ഓഫീസിൽ ഒരു ലിസ്റ്റ്, ഇ.കെ. ഓഫീസിൽ ഒരു ലിസ്റ്റ്, ഇങ്ങനെ വ്യത്യസ്ത ലിസ്റ്റുകൾ ഇറക്കുന്നവനാ അള്ളാഹ്. എന്താടോ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നത്?